إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നമ്മുടെ ബാധ്യതകളിൽ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം എന്നുള്ളത്. ഒരടിമ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ: ഒന്ന് ദുനിയാവിൽ നിസ്കാരവും, രണ്ട് പരലോകത്ത് വിചാരണക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരം അതിന്റെ പരിപൂർണതയോടുകൂടി നാം നിർവഹിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അസ്വഉൻ നാസി സരിഖതൻ അല്ലദീ യസ്രിഖു മിൻ സ്വലാത്തിഹി. ഏറ്റവും മോശപ്പെട്ട കളവ് നടത്തുന്നവൻ അവന്റെ നിസ്കാരത്തിൽ നിന്ന് കക്കുന്നവനാണെന്ന് പറഞ്ഞു. അവന്റെ നിസ്കാരത്തിൽ നിന്ന് കട്ടെടുക്കുന്നവനാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫ യസ്രിഖു മിൻ സ്വലാത്തിഹി, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് നിസ്കാരത്തിൽ നിന്ന് കട്ടെടുക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ. വേറെ ചില റിവായത്തിൽ ലാ യുഖീമു സുൽബഹു ഫി റുകൂഇ വസ്സുജൂദ്. അവന്റെ റുകൂഉം അവന്റെ സുജൂദും നിസ്കാരത്തിൽ പരിപൂർണമായി നിർവഹിക്കുകയില്ല. അല്ലെങ്കിൽ റുകൂഇലും സുജൂദിലും അവന്റെ മുതുക് നേരെയാക്കുകയില്ല. അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഓരോ രൂപത്തിലും ശാന്തതയോടുകൂടി തുമഅനീനത്തോടുകൂടി അത് നിർവഹിക്കുകയില്ല. അതാണ് നിസ്കാരത്തിൽ നിന്നുള്ള കട്ടെടുക്കൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ അർക്കാനുകളിൽ പ്രധാനപ്പെട്ട റുക്നാണ് അത്തുമഅനീന. നിസ്കാരത്തിന്റെ ഓരോ രൂപത്തിലും ഓരോ നിമിഷത്തിലും ശാന്തതയോടുകൂടി ഒതുങ്ങിക്കൊണ്ട് അടക്കത്തോടുകൂടി വേണം നിർവഹിക്കാൻ വേണ്ടി. അല്ലാതെ ധൃതി പിടിച്ചുകൊണ്ട് വേഗത്തിലായിക്കൊണ്ടുള്ളതല്ല നിസ്കാരത്തിന്റെ രൂപം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ ഇരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി മസ്ജിദിലേക്ക് കടന്നു വരികയും നിസ്കരിക്കുകയും ചെയ്തു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് സലാം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിസ്കരിച്ചിട്ടില്ല, വീണ്ടും നിസ്കരിക്കാൻ പറഞ്ഞു. വീണ്ടും നിസ്കരിച്ചുകൊണ്ട് വന്നു സലാം പറഞ്ഞു. വീണ്ടും പറഞ്ഞു, നീ നിസ്കരിച്ചിട്ടില്ല, നീ പോയി നിസ്കരിക്കാൻ പറഞ്ഞു. അങ്ങനെ പലതവണ ആവർത്തിച്ചപ്പോൾ ആ വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, എന്നെ നിസ്കാരം പഠിപ്പിച്ചാലും, എങ്ങനെയാണ് ശരിയായ രീതിയിൽ നിസ്കരിക്കേണ്ടത് എന്നെ പഠിപ്പിച്ചാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുംത ഇലസ്സലാഹ് ഫകബ്ബിർ. നീ നിസ്കരിക്കാൻ വേണ്ടി വുളു എടുത്തുകൊണ്ട് തയ്യാറായി നിയ്യത്തോടുകൂടി നിന്ന് കഴിഞ്ഞാൽ നീ തക്ബീറത്തുൽ ഇഹ്റാം പറയുക. ثم اقرأ ما تيسر معك من القرآن. പിന്നെ ഖുർആനിൽ നിന്ന് നിനക്ക് എളുപ്പമുള്ളത് പാരായണം ചെയ്യുക സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം. ثم اركع حتى تطمئن راكعا. പിന്നെ നീ റുക്കൂ ചെയ്യുക അതിൽ തുമഅനീനത്തോടുകൂടി ശാന്തതയോടുകൂടി അതിൽ ഒതുങ്ങി നിൽക്കുന്നത് വരെ. ثم ارفع حتى تعدل قائما. പിന്നെ നീ എഴുന്നേൽക്കുക നേരാവണ്ണം ശരിയായ രീതിയിൽ നിൽക്കുന്നത് വരെ. ثم اسجد حتى تطمئن ساجدا. പിന്നെ നീ സുജൂദ് നിർവഹിക്കുക അതിൽ ശാന്തതയോടുകൂടി തുമഅനീനത്തോടുകൂടി ഒതുങ്ങുന്നത് വരെ. ثم ارفع حتى تطمئن جالسا. പിന്നെ ആ സുജൂദിൽ നിന്ന് ഇരിക്കുക നേരാവണ്ണം ഒതുങ്ങിയിരിക്കുന്നത് വരെ. വഫ്അൽ
അങ്ങനെ നിന്റെ നിസ്കാരത്തിന്റെ എല്ലാ മേഖലയിലും ഈ തുമഅനീനത്ത് നീ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഈ ഹദീസിനെ തെളിവ് പിടിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, തുമഅനീനത്തില്ലാതെ നിസ്കരിക്കുന്ന, റുകൂഉം സുജൂദും കൃത്യമല്ലാതെ നിസ്കരിക്കുന്ന, മുതുക് നേരെ നിവർത്താതെ നേരാവണ്ണം രൂപത്തിൽ ചെയ്യാത്ത നിസ്കാരത്തിന് പ്രതിഫലം നൽകപ്പെടുകയില്ല. അവനത് ആവർത്തിക്കേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വ്യക്തിയോട് പറഞ്ഞത് ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ മടങ്ങി നിസ്കരിക്കുക വീണ്ടും, കാരണം നീ നിസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ രൂപം ശരിയാണോ, അതോ എന്തെങ്കിലും ന്യൂനതകൾ എനിക്കുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെയാണോ ഞാൻ നിർവഹിക്കുന്നത്? എന്റെ നിസ്കാരത്തിലെ മഹത്തായ രൂപങ്ങളായ റുക്കൂഉം സുജൂദും കൃത്യമായ രീതിയിലാണോ എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിൽ ഈ കാര്യത്തെ ഓർമ്മിപ്പിച്ചതായി അവിടുത്തെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അലി ഇബ്നു ശൈബാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ബൈഅത്ത് ചെയ്ത് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിസ്കരിക്കുമ്പോൾ അവിടുത്തെ മുഅ്ജിസത്തായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തായിരുന്നു പിന്നിൽ നിസ്കരിക്കുന്നവരെ കാണാൻ സാധിക്കുമെന്നുള്ളത്. അപ്പൊ നിസ്കാരത്തിൽ ശരിയായ വിധം നിസ്കരിക്കാത്ത ആളുകളെ കണ്ടപ്പോൾ സലാം വീട്ടിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅശറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ, ലാ സ്വലാത ലിമൻ ലാ യുഖീമ സുൽബഹു ഫി റുകൂഇ വസ്സുജൂദ്, റുകൂഇലും സുജൂദിലും മുതുക് നേരെയാക്കാത്തവൻ, നേരാവണ്ണം ആ രൂപം ചെയ്യാത്തവന് നിസ്കാരമില്ല എന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തി നിസ്കരിക്കുമ്പോൾ തുമഅനീനത്തില്ലാതെ ശരിയായ രൂപത്തിൽ റുകൂഉം സുജൂദും ചെയ്യാതെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലൗ മാത ഹാദാ അലാ മാ ഹുവ അലൈഹി, ഇവനെങ്ങാനും ഇതുപോലെയാണ് മരിക്കുന്നത് എങ്കിൽ, ഇങ്ങനെയാണ് നിസ്കരിച്ചിട്ട് മരിക്കുന്നതെങ്കിൽ, ലമാത അലാ ഗൈരി മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മില്ലത്തിലല്ലാതെയാണ് അവൻ മരണപ്പെടുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫഅതിമ്മുർ റുകൂഅ വസ്സുജൂദ്, റുകൂഉം സുജൂദും നിങ്ങൾ പരിപൂർണമായി ശരിയാവണ്ണം ചെയ്യുക. ഫഇന്ന മസലല്ലദീ ലാ യുതിമ്മു റുകൂഅഹു വലാ സുജൂദഹു, ഒരുവൻ റുകൂഉം സുജൂദും നേരാവണ്ണം നിർവഹിക്കാത്തവന്റെ ഉപമ എന്ന് പറഞ്ഞാൽ, മസലുൽ ജാഇ ലാ യഅകുലു ഇല്ല തംറത വതംറതൈൻ, വിശന്ന് വലഞ്ഞ ഒരുത്തൻ ഒന്നോ രണ്ടോ ഈത്തപ്പഴം മാത്രം കഴിച്ചവനെ പോലെയാണ്. ലാ തുഗ്നിയാനി അൻഹു ഷൈആ, അവന്റെ വിശപ്പിന് അതൊരു ഉപകാരവും ചെയ്യുകയില്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള നിസ്കാരം അവനൊരു ഗുണവും ചെയ്യുകയില്ല. സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ട, നാം പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച പല കാര്യങ്ങളുമുണ്ട്, പല രൂപങ്ങളുമുണ്ട്, ശരിയായി ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട്. അതെല്ലാം നാം പഠിക്കുകയും അറിയുകയും കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുകയും വേണം. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ വനഹാനി ബിസലാസിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ 3 കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും 3 കാര്യങ്ങൾ കൊണ്ട് വിരോധിക്കുകയും ചെയ്തു. എന്നിട്ട് ആ വിരോധിച്ച കാര്യങ്ങൾ നബി സല്ലല്ലാഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു നിസ്കാരത്തിൽ ഉള്ള കാര്യങ്ങളായിരുന്നു. വനഹാനി അൻ നഖറത്തിൻ കനഖറത്തി ദീക്, കോഴി കൊത്തുന്നത് പോലെ കൊത്തുന്നത് നിസ്കാരത്തിൽ വിരോധിച്ചിട്ടുണ്ട്. അഥവാ സുജൂദ് പരിപൂർണമാകാതെ വിറി പിടിച്ച് പെട്ടെന്ന് എഴുന്നേൽക്കുന്നത്. നായ ഇരിക്കുന്നത് പോലെ 2 കാലുകൾ അപ്പുറത്തേക്കിട്ട് നടുവിൽ ഇരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ വിരോധിച്ചിട്ടുണ്ട്. കുറുക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് പോലെ നിസ്കാരത്തിൽ ഇളകുന്നതും ചലിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരം അത് ശരിയായ രൂപത്തിലാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയാണോ നാം പരിശോധിക്കേണ്ടതുണ്ട്, നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ശരിയാവണ്ണം നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ആ നിസ്കാരത്തിലേക്ക് നോക്കുക പോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻദുറുല്ലാഹു അസ്സ വജൽ ഇലാ സ്വലാത്തി അബ്ദിൻ ലാ യുഖീമു ഫീഹാ സുൽബഹു ബൈന റുകൂഇഹി വസുജൂദിഹി, അല്ലാഹു തആല ഒരു അടിമയുടെ നിസ്കാരത്തിലേക്ക് നോക്കുകയില്ല. അവൻ ആ നിസ്കാരത്തിൽ റുകൂഇലും സുജൂദിലും അതിനിടയിലുമെല്ലാം അവന്റെ നടു നേരെ നിവർത്താതെ, അഥവാ ഓരോ രൂപവും കൃത്യമായി നിർവഹിക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതെങ്കിൽ എങ്ങനെ ആരാധിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെയാണോ നമ്മുടെ നിസ്കാരമെന്ന് നാം ഓരോരുത്തരും പരിശോധിക്കണം. നിസ്കാരത്തിന്റെ രൂപം കാണിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി,
ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അതുപോലെ വേണം നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി. അതേ സഹോദരങ്ങളെ, ഉലമാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിന്റെ രൂപം അത് കൃത്യമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങൾ വായിച്ചോ, അതിനെ വിശദീകരിക്കുന്ന ദർസുകൾ കേട്ടോ, നിസ്കാരത്തിന്റെ രൂപം അത് ശരിയായതാണോ, അതിൽ വീഴ്ചകളുണ്ടോ, കുറവുകളുണ്ടോ, എങ്ങനെയാണ് ഞാൻ ശരിയായ രൂപത്തിൽ നിസ്കരിക്കേണ്ടത് എന്ന് പഠിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അള്ളാഹുവിന് മുമ്പിൽ നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ, അതിന്റെ രൂപത്തിൽ, അതിന്റെ പരിപൂർണതയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീനിൽ, ഇസ്ലാമിൽ, കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം എന്നുള്ളത്. ഒരിക്കലും നിസ്കാരത്തിനെ കുറിച്ച്, നിസ്കാരം നിർവഹിക്കുന്നതിനെ തൊട്ട് അലംഭാവം കാണിക്കാൻ പാടില്ല. മാത്രമല്ല, അതുപോലെ തന്നെ ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ അതിന്റെ പരിപൂർണതയോടുകൂടി നിസ്കരിക്കാനും നിർവഹിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു. ഒരടിമ നാളെ അവന്റെ കർമ്മങ്ങളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന വിഷയം അവന്റെ നിസ്കാരത്തെ സംബന്ധിച്ചാണ്. ഫൈൻ സലഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ. അത് നല്ല രീതിയിലാണെങ്കിൽ, അത് നന്നായിട്ടുണ്ടെങ്കിൽ, അത് ശരിയായിട്ടുണ്ടെങ്കിൽ അവൻ വിജയിച്ചു, അവൻ രക്ഷപ്പെട്ടു. വൈൻ ഫസദത്, അതെങ്ങാനും കുഴപ്പത്തിലാണ് എങ്കിൽ ഫഖദ് ഖാബ വഖസിറ, അവന് നാശമാണ് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു. നിസ്കാരം നിർവഹിക്കാത്തവരെ കുറിച്ച് മാത്രമല്ല, ശരിയാവണ്ണം നിസ്കരിക്കാത്തവരെ കുറിച്ചുമാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തെ പറ്റി പറയുമ്പോഴെല്ലാം ഖുർആനിലാവട്ടെ ഹദീസിലാവട്ടെ ആ നിസ്കാരം എങ്ങനെയായിരിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ചില ആയത്തുകൾ നോക്കൂ. അല്ലാഹു തആല പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കരിക്കുന്നവരെന്നല്ല പറഞ്ഞത്, നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണവർ. മറ്റൊരായത്ത് നോക്കൂ, ഹാഫിദു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക. അതോടൊപ്പം പറഞ്ഞു, ഭയഭക്തിയോട് കൂടി വേണം നിങ്ങൾ അത് നിർവഹിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരം നിർവഹിക്കുന്ന ഓരോ വ്യക്തിയും ഈ വിഷയം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്റെ നിസ്കാരം ശരിയായ രൂപത്തിലാണോ, അത് എല്ലാ തരത്തിലും ശരിയായിട്ടുണ്ടോ, അത് റൂഹിയായിട്ട് ഖുശൂ ഉണ്ടോ, ശ്രദ്ധയുണ്ടോ എന്നതിനോടൊപ്പം തന്നെ ചെയ്യുന്ന രൂപവും ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക്, നിസ്കരിക്കുന്നവർക്ക് നാശം. എന്താണ്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാണെന്ന് പറഞ്ഞു. എന്താ അതിന്റെ തഫ്സീർ? ഇമാം സഅദി റഹിമഹുള്ള പറഞ്ഞു, താരികൂന ലിവഖ്തിഹാ, നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കാതെ നഷ്ടപ്പെടുത്തുന്നവരാണ്. അതുപോലെ തന്നെ വമുഫവ്വിതൂന ലിഅർകാനിഹാ, അതിന്റെ റുക്നുകൾ, അതിന്റെ ഷർത്തുകൾ, അതിന്റെ വാജിബാത്തുകൾ, അതിന്റെ യഥാർത്ഥ രൂപം അത് പാഴാക്കുന്ന ആളുകളാണ് ഈ ഇനത്തിൽപ്പെടുക എന്ന് അതിന്റെ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹത്തായ ഇബാദത്തായിട്ടുള്ള കർമ്മമായ നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യമായ ശ്രദ്ധയുണ്ടാകണം. അതോടൊപ്പം തന്നെ ഫർളോ നഫ്ലോ ആവട്ടെ, നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ ശരിയാവണ്ണം രൂപത്തിലാണോ എന്ന് നാം പഠിക്കുകയും പരിശോധിക്കുകയും വേണം. എന്നാൽ മാത്രമാണ് നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ച രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.